വെൽക്കം ടു നാഗ്പൂർ. വെൽക്കം ടു കേരള ടു കാശ്മീർ സീരീസിൽ. ഇപ്പോ എന്റെ ബാക്കിൽ കാണുന്ന പോലെ തന്നെ ഞാൻ നാഗ്പൂരിലാണ് നിൽക്കുന്നത്. ഈ നാഗ്പൂരിനെ ഓറഞ്ച് സിറ്റി എന്നാണ് പറയാ. ഈ ഓറഞ്ച് സിറ്റിന്ന് എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാഗ്പൂർ ഓറഞ്ച് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോ സീസൺ ഇല്ല, അതേറെ നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നാഗ്പൂർ എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ നാഗ്പൂർ കാരണം കാഴ്ച പറയുന്നത് ഇവിടെ ഒരു അമ്പലം കണ്ടില്ല. ഈ അമ്പലം ശരിക്കും ഒരു റോഡിന് നടുവിലാണ് ചുറ്റുവെട്ടിരിക്കുന്നത്. ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോവാം, ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോകാം. കറക്റ്റ് അമ്പലം പറയുന്നത് സെന്ററിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ചൂടടിച്ചിട്ട് ഡ്രസ്സൊക്കെ ഊരി കറക്കുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. അതും പോരാണ്ട് ഈ നാഗ്പൂരിൽ ഇറങ്ങിയ തൊട്ട് കുറെ ഡബിൾ ഡെക്കർ വണ്ടികൾ കാണാൻ പറ്റും. ഇവിടെയും എന്റെ ബാക്കിൽ കാണുന്നത് ഇതൊക്കെ ഫുൾ ഡബിൾ ഡെക്കർ ഉണ്ടാവും, ഒന്നും താഴെ മേലെ. ഇത് സൂറത്ത് നാഗ്പൂർ ലക്ഷറീസ് ബസ്സാണ്. ഇവിടെ കുറെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കുറെ ഇങ്ങനത്തെ ഡബിൾ ഡെക്കർ ബസ് 5-5 മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ നാഗ്പൂരിക്ക് രാവിലെ വന്നു, പക്ഷെ എനിക്കിപ്പോ സമയം പറയുന്നത് വൈകുന്നേരം 5 മണി. ഈ 5 മണിക്കാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയത്. എന്റെ മുഖത്തൊക്കെ ഇപ്പോഴും കാണാം വയർപ്പ്. ഈ നാഗ്പൂർ പറയുന്നത് ഭയങ്കര ചൂടായ ഒരു സിറ്റി കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഒരു പുഴുങ്ങിയ ചൂട്. ഞാൻ പാലക്കാടുകാരനാണ്, അപ്പൊ ഈ ഒരു പാലക്കാടുകാരൻ പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചു. എമ്മായി ഒരു പുഴുങ്ങിയ ചൂടല്ലോ. അത് കാരണം ഇവിടെ ഞാൻ കണ്ടു കുറെ പെമ്പിള്ളേര് അവര് മുഖമൊക്കെ മൊത്തം മൂടിയിട്ടാണ് നടക്കുന്നത്. ഞാനൊരു ഓട്ടോക്കാരനെ കൊണ്ട് ചോദിച്ചു ഇവരെന്തിനാണ് മുഖമൊക്കെ ഇങ്ങനെ മൂടി നടക്കുന്നത്. അപ്പോഴല്ലേ സംഗതി അറിഞ്ഞു ഇവിടുത്തെ വെയിലൊരു ജാതി വെയിലാണ്. ഇവര് മുഖം മൂടിയില്ല പറഞ്ഞാൽ വീട് എത്തുമ്പോഴേക്കും അവർ കരിഞ്ഞു. അത് കാരണം കുറെ പെമ്പിള്ളേർ മുഖം ഫുള്ള് മൂടിയിട്ട് ഇതുവരെ മൂടിയിട്ട് കണ്ണു മാത്രം. ഇവിടെ നല്ല ചൂടാണ് പറഞ്ഞത്. അപ്പോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഒരു മഞ്ചട്ടിയുടെ വലിയൊരു സാധനം. ഈ മഞ്ചട്ടി എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നു? ഇത് റോഡ് സൈഡാണ്. ഇതൊരു റോഡ് സൈഡാണ്. ഈ മഞ്ചട്ടി എന്തിനാ അവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നാഗ്പൂർ പറയുന്ന നല്ല ചൂടുള്ള ഏരിയയാണ്. നമുക്ക് 5 മണി ശേഷം പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പോ നമ്മളിപ്പോ ഈ ഗ്ലാസ് ഇത് കണ്ടില്ല, ഗ്ലാസ്സിൽ ഇതിന്റെ ഉള്ളില് വെള്ളമുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ വെള്ളം എടുത്ത് ദാഹിക്കുന്നവർക്ക് വന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ സംവിധാനം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതെടുത്തിട്ട് പൊടിയൊന്നും പോകാണ്ടിരിക്കാൻ ഇങ്ങനെ മറച്ചു വെക്കണം. അതൊക്കെ നമ്മുടെ ഒരു മാനേഴ്സ് ആണ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ എത്ര പേര് ഇവിടെ കുടിക്കാൻ പറ്റും ഈ ചൂടത്ത്. ഇതൊക്കെ ചെയ്യുന്നവരൊരു നല്ല കാര്യമല്ല. അപ്പോ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുടിക്കാം. അവരുടെ പശുവിന്റെ ഫാമൊക്കെ കണ്ടില്ലേ, പശു, പോത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു നാഗ്പൂരിലെ ഒരു വില്ലേജ് പോലത്തെ ഏരിയയാണ്. ഈ വില്ലേജ് കാണാൻ നമ്മുടെ ചെന്നൈക്ക് ഏകദേശം ഒരു സാമ്യമുണ്ട്. വീടുകളൊക്കെ അടുത്ത് ഒരു ഗ്യാപ്പുമില്ല, അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടുമായിട്ട്. അത് അവിടെ ഒരു തൊഴുത്ത്. നമുക്ക് ഈ തൊഴുത്ത് പോയി നോക്കാം. ഇത് കണ്ടില്ലേ തൊഴുത്തില് നിറയെ മാടുകളുണ്ട്, അത്യാവശ്യം നിറയെ മാടുകളുണ്ട്. ഇപ്പൊ ഈ വെയിലായ കാരണം അവർക്ക് ഫുള്ള് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് ഈ സമയത്ത്. ഇത് മൊത്തം റോഡ് സൈഡിന്റെ അടുത്ത് തന്നെയാണ് ഈ ഫാം. അത്യാവശ്യം വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും ഈ വില്ലേജിന്റെ ഉള്ളിലേക്കായിരിക്കും അതാ ഓണർ, വില്ലേജിന്റെ ഉള്ളിലേക്ക്. പക്ഷെ അതൊന്നുമല്ല. ഏകദേശം നമ്മൾ ഇതേ നടക്കുമ്പോൾ നമുക്ക് ചെന്നൈന്റെ ഫീലൊക്കെ തരും. ചെന്നൈയിൽ വീട് അടുത്തടുത്ത്, അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ ഗ്യാപ്പില്ല, ബാങ്ക് എല്ലാം അടുത്തടുത്ത്. ഇതുണ്ട് ഒരു പെറ്റ് ഷോപ്പ്. ഇങ്ങനെ എല്ലാം അടുത്തടുത്തായാലും നമുക്ക് ശരിക്കും ഒരു ചെന്നൈ ഫീലൊക്കെ തോന്നുള്ളൂ. പോത്തുകൾ പറയുന്നത് നമ്മുടെ അവിടുത്തെ പോലെ ഭയങ്കര കറുത്ത പോത്തുകളല്ല. ഒരു മിക്സ്, ഒരു ഗ്രേ, ഒരു യെല്ലോയിഷ്, ഒരു ബ്ലാക്ക് കളർ. നോക്കണം, ഹലോ, അവര് വീട്ടുകാരെ അയച്ചു വിട്ടിരിക്കണം കേട്ടാ. നമ്മുടെ അവിടുത്തെ പോലെ കറുത്ത പോത്തല്ല കേട്ടാ. ഇത്രയും ഒരു അടുത്ത് നിന്ന് ഞാൻ ടാങ്ക് കണ്ടു നേരത്തെ ട്രെയിനിലൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഇത്രയും അടുത്ത് നിന്ന് ഈ ടാങ്ക് കാണുന്ന ആദ്യമായിട്ടാണ്. ശരിക്കും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കാണ്. അതിനെ റിട്ടയർമെന്റിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നാഗ്പൂര് ഒരു സെൻട്രൽ സിറ്റിയാണ്. ഈ സെൻട്രൽ സിറ്റി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സെൻട്രലിൽ ഇരിക്കുന്ന സിറ്റിയാണ് നാഗ്പൂർ പറയുന്നത്. നാഗ്പൂര് മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഇത് മഹാരാഷ്ട്രയിൽ 3ാമത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണ്. പൂനെ പിന്നെ മുംബൈ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് നാഗ്പൂർ പറയുന്നത്. ഇവിടെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒരു സ്റ്റാച്ചു ആണ് നിങ്ങൾ കാണുന്നത്.
ഇവിടെ ഹെൽമെറ്റ് ഒക്കെ നിർബന്ധമാക്കി തോന്നുന്നു. വഴിയിലുള്ള മൊത്തം ഹെൽമെറ്റ് ആണ്, ഞാൻ കുറെ കണ്ടു. ഇവിടെ ആൾക്കാർ കുറച്ച് ഹെൽമെറ്റ് ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഭയങ്കര ഹെൽമെറ്റ് ഇട്ട് പോകുന്നുണ്ട്. ഇവിടെ ഹെൽമെറ്റ് സ്ട്രിക്റ്റ് തോന്നുന്നു. ഉണ്ടല്ലോ ഇവിടെ ഹെൽമെറ്റ് ഞാൻ കുറെ പേരെ കണ്ടു. അതിൽ ബാക്കിലുള്ളവർ ഹെൽമെറ്റ് ഇട്ടില്ല, പക്ഷെ ഈ ഫ്രണ്ടിലുള്ളവർ എന്തായാലും ഹെൽമെറ്റ് ഇട്ട് പോകും. നാഗ്പൂർ പറയുന്നത് കേരള ടു കാശ്മീർ ഫ്രീ ലിഫ്റ്റിൽ പോകുന്നതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ്. അത് കാരണമാണ് ഞാൻ നാഗ്പൂർക്ക് വന്നത്. നാഗ്പൂർ എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലം പറഞ്ഞാൽ നമ്മളിപ്പോ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ക്യാമറയിൽ കാണുണ്ടാവും ഒരു കല്ല്. ഈ കല്ലാണ് ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം പറയുന്നത്. ഈ ഇമ്പോർട്ടന്റ് ആയ സാധനം പറയുന്നത് ഇത് 0 മൈൽ ഓഫ് ഇന്ത്യ. 0 മൈൽ ഓഫ് ഇന്ത്യ പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യന്റെ സെൻട്രലാണ് ഞാനിപ്പോ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരള ടു കാശ്മീർ ട്രിപ്പില് ഞാൻ ശരിക്കും ഇന്ത്യന്റെ നടുഭാഗത്താണ് ഞാനിപ്പോ നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ത്യന്റെ സെന്റർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ വരെ വന്നത് കേട്ടോ, ഈ ഒരു സ്റ്റോൺ കാണാൻ. പക്ഷെ ഈ സ്റ്റോൺ കാണാൻ രാവിലെ പറ്റിയില്ല, ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഒരു 5 മണി 6 മണി ആ സമയത്താണ് ഞാൻ വന്ന് കാണുന്നത്. മെയിൻ്റെനൻസ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് പോയിട്ട് കാണാം. ഇത് കണ്ടില്ലേ, ഇതിന്റെ അടുത്ത് തന്നെ ഒരു NH7 വാരണാസി ജബൽപൂർ. ഇവിടുന്ന് എത്ര ദൂരമാണ് ഇവിടേക്ക് ജബൽപൂരിക്കും വാരണാസിക്കും ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റായി കാണാൻ പറ്റും ഈ 0 മൈൽ ഓഫ് ഇന്ത്യ. ഇതാണ് ശരിക്കും ഒരു സ്റ്റോൺ. ഈ സ്റ്റോൺ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാഗ്പൂരിൽ നിന്നത്. പക്ഷെ നാഗ്പൂരിൽ നിന്ന് ഇത്ര പണിയാവാൻ ഞാൻ വിചാരിച്ചില്ല, ഭയങ്കര വെയിൽ. നിങ്ങൾ ഇത് കണ്ടില്ല, ഇത് ശരിക്കും ഒരു വേരിലോ ഒരു പുല്ലിലോ ഉണ്ടാക്കിയ സാധനം, പായാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പായാണ്. രാമച്ചം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് വേര്. മഹാരാഷ്ട്രയിൽ രാമച്ചം നിറയെ ഉണ്ടാവും. ഇതേപോലെ മറ്റേ ചിയാൻ വെച്ചിരിക്കുന്ന സാധനം ഇവിടെ ഒന്ന് തൂങ്ങി വെച്ചിരിക്കുന്നു. ഇത് വെള്ളത്തിലിട്ട് നല്ല സ്മെല്ലാക്കി. രാമച്ചം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊരു പുല്ലിന്റെ വേരാണ്. നാഗ്പൂരിൽ നിങ്ങൾക്ക് എവിടെ പോകാൻ വെച്ചാൽ മെട്രോ ഉണ്ട്. അതും പോരാണ്ട് ഇവിടെ എന്താ പറയാ, ക്ലീനസ്റ്റ് സിറ്റിയാണ് നാഗ്പൂർ പറയുന്നത്. ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയാൻ കാരണം നമ്മളൊരു ഹിന്ദി നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണും. പ്ലാറ്റ്ഫോമൊക്കെ എത്ര ക്ലീൻ ഉണ്ടോ. ഇത് ക്ലീനസ്റ്റ് സിറ്റിയാണ്. അതും പോരാണ്ട് നാഗ്പൂരിൽ ഫുൾ സറൗണ്ടഡ്, ഈ മെട്രോ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ മാക്സിമം ഇലക്ട്രിക് ഓട്ടോകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇലക്ട്രിക് ബസ്സുകൾ. മാക്സിമം ഒരു പൊല്യൂഷൻ കമ്മിയാക്കാനും നോക്കിയിട്ടുണ്ട്. സ്ട്രീറ്റൊക്കെ കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെയൊക്കെ RKG സെന്ററിന്റെ ഉമ്മർത്ത് സമരം ഇരിക്കുന്നില്ലേ, അതുപോലെ സമരം ഇരിക്കുന്നതാണ് അപ്പുറത്തെ ഒരാളെ കാണുന്നത്. മറാഠി വായിക്കാൻ അറിയാത്തതിനും കുഴപ്പമില്ല. ബേല് പറഞ്ഞ സാധനം, ഈ ബേല് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സാധനമായിരിക്കും. ഇത് പൊരി. ഈ പൊരിനെ തക്കാളി ഉള്ളി എല്ലാം മിക്സ് ചെയ്ത്, ഇത് കണ്ട, ഇതും മിക്സറും എല്ലാം മിക്സ് ചെയ്ത് നിറയെ മസാലകൾ ഉണ്ടാവും. ഇന്ദുപ്പ്, മുളക്, പിന്നെ മല്ലി. അതും പോരാണ്ട് ഇവിടെ കടലമുട്ടായി ഉണ്ട്. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇവര് നമ്മുടെ അവിടുത്തെ പോലെ വൈകുന്നേരം ഇത് കൊടുക്കില്ലേ, ബജ്ജിയൊക്കെ വിൽക്കില്ലേ, അതേപോലെ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്ന സാധനം. അതേപോലെ തന്നെ ഒരു കടയും കൂടെ വന്നിട്ടില്ലേ. ഇത് ശരിക്കും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. ഈ പൊരിച്ച സാധനം, എണ്ണ, പലഹാരം, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. നമ്മളവിടെയൊക്കെ കടല പൊഴിഞ്ഞു കൊടുക്കില്ല. ഇതില് കടല വെയിൽ മിക്സ് ആക്കിയിട്ട്, ഇതാണ് മിക്സ് ആക്കുന്ന സാധനം. ഇതിൽ മിക്സ് ആക്കിയിട്ട് അവര് തരികയാണ് ചെയ്യുക. ഒരു സ്ട്രീറ്റിൽ കാഴ്ച. ഇത് കാണുന്നത് ഈ മൊത്തം ചെമ്പ് പറയുന്നത് നമ്മുടെ മോരാണ്. മോരിനെ തണുക്കാൻ വെച്ചിട്ട് കണ്ടാ, ഇവിടെ ഫുൾ മോരാണ്. ഈ മോരിനെ ഓരോ ഗ്ലാസ്സിൽ ഓരോ ഫ്ലേവർ, അതിൽ ശർബത്ത് ഒഴിച്ചിട്ടുണ്ട്, ഇതിൽ മിന്റ് ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, മിന്റ് ശർബത്തില്, ഇത് മിന്റ് ശർബത്ത്, ഇങ്ങനത്തെ സാധനമൊക്കെ എടുത്തിട്ട് അവര് കുലുക്കിയിട്ടാണ് തരിക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ആള് മിന്റ് മിക്സ് ചെയ്യുന്നുണ്ടല്ലേ. ഇത് പുതിന ചട്നിയിലാണ് പറയുന്നത്. പിന്നെ അവർ ഇനി മിക്സ് ആക്കും. शरबत है ना हमारा, वहाँ शरबत बोलता है. मसाला काट बटर मिल्क. हाँ
ഇനി ഇതിന് ആവശ്യമുള്ളവർ ഇപ്പൊ ആൾക്കാർ വരുമ്പോൾ മിക്സാക്കി കൊടുക്കും. ആൾ അവിടെ നിന്ന് എടുത്ത് മോരെടുത്തിട്ട് നന്നായി കടഞ്ഞു വന്ന മോരാണ്. ആ മോരിനെ എടുത്തിട്ട് ഇവിടെ മിക്സ് ചെയ്യും. ഇത് പുതിനയിൽ മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് നോർമൽ വാങ്ങിച്ചാൽ നോർമൽ ചെയ്യാം. ഞാൻ ഒരു കുലിക്കുന്നു ആയിക്കോട്ടെ. ഇത് കട്ടാ മീറ്റാ. ഇത് നമ്മുടെ ഇവര് പറയണത് ഇത് കട്ടാ മീറ്റാ. നമ്മുടെ പുളി, എരിവ്, പിന്നെ മധുരം, സ്വീറ്റ്സ്. ഇതിനി ഇപ്പൊ ആള് ഉണ്ടാക്കുന്ന നാരങ്ങ ശർബത്താണ്. മൂടിയിൽ അളർന്നു കൊടുക്കും. പിന്നെ ഇന്ദുപ്പ് ഇട്ടിട്ടോ ഈ നാരങ്ങ എടുത്ത് പിഴിയും. പിന്നെ ഐസ് വാങ്ങിച്ച ഐസ് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കാണ്. നമ്മളെ കുൽക്കി ശർബത്ത് ഇവിടെ എത്തിയണ്ട. हमारे वहाँ कुल्की शरबत बोलता है इसे. ഇതാണ് നാരങ്ങ വെള്ളം. ഓ ഹം ബോൾ ദേംഗെ. ഇതാണ് കട്ട മീറ്റ് ആട്ടോ. ഇത് ഞാനിപ്പോ ഓർഡർ ചെയ്ത് കുടിക്കാൻ വേണ്ടിട്ട്. ഏറ്റവും സ്ട്രോവും ഇതൊക്കെ ഇട്ട് തരും. ഞാനിത് കുടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പറയാം. താങ്ക് യു. ഇതാണ് കട്ട മീറ്റ് ആട്ടോ. ഇനി ഞാൻ കുടിച്ചിട്ട് പറയാം എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. കറക്റ്റ് ഇത് കുടിക്കാൻ നമ്മുടെ ലസ്സി പോലെ തന്നെ കിട്ടുന്നത്. ഈ ലസ്സിയില് നമ്മൾ പൊതിന ഇട്ടിട്ട് മിക്സ് ആക്കി എങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് സൂപ്പറായിരുന്നു. കട 1991 തൊട്ട് തുടങ്ങിയ സാധനമാണ്. ഇവിടെ ഞാനിപ്പോ കുടിച്ചത് ഡ്രൈ ഫ്രൂട്ട് ലസ്സി കിട്ടാം. ഇവിടെ എല്ലാവരും ലസ്സി ഉണ്ട്. ഇപ്പൊ നമ്മൾ കുടിച്ചത് മിന്റ് ലസ്സി, കട്ട മീറ്റാണെന്ന് അതിന് പറയുന്നത്. ഇത് ഡ്രൈ ഫ്രൂട്ട് ലസ്സി. ഷീറ്റ് മൊത്തം ലസ്സി കടയാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ ലസ്സി കടയാണ്. ഇതേ സാധനം തന്നെ, ഭയങ്കര വ്യത്യാസമില്ല. ചൂടുകാലം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ വന്ന് ഇറങ്ങിയത് 10 മണിക്കാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്.